Though Brother Jacob and Sister Blessy has been with us before, they are worshiping us with us again, and we welcome them. I want to share with you for the next 30 minutes from the Word of God. ഇന്ന് അല്പസമയം കർത്തദാസൻ ഞാൻ അവസാനം നൽകും. അപ്പോൾ തന്നെ രണ്ടാഴ്ച നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കില്ലല്ലോ, മിസ് ചെയ്യാതിരിക്കുക. ഇന്ന് നിങ്ങൾക്കൊരു വചനം ഞാൻ പങ്കുവയ്ക്കുകയാണ്. So as I will be traveling for the next 2 weeks, I just want to share with you for 30 minutes, but the man of God, Brother Benson, will be sharing from the Word of God towards the end. ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ എൻ്റെ ഉള്ളിൽ ദൈവം നൽകിയ നിയോഗം തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. So book of Titus chapter 2 verses 11 through 15 is what I want to share to you today. 15ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. I want to read verse 15. ഇത് ടൈറ്റസേ ഇത് പൂർണ്ണ ഗൗരവത്തോടെ നീ പ്രസംഗിക്കണം. ടൈറ്റസ് ഇത് പൂർണ്ണ ഗൗരവത്തോടെ നീ പ്രസംഗിക്കണം. So Paul is telling Titus in verse 15, these things speak and exhort with all authority. നിനക്ക് ദൈവം നൽകിയ അധികാരത്തോടെ ഈ കാര്യങ്ങൾ നീ പ്രസംഗിക്കണം, അവരെ കറക്റ്റ് ചെയ്യണം, എക്സോർട്ട് ചെയ്യണം. So with full authority that is given to you by the Lord, you have to speak, exhort and reprove the people. വെള്ളിയാഴ്ച ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതുപോലെ തന്നെ ഇന്നും മേളിൽ ഏത് കാര്യങ്ങളാണ് ഇപ്പോൾ പ്രസംഗിക്കേണ്ടതെന്ന് 5 കാര്യങ്ങളാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. So as we were meditating on Friday, in the same manner I want to tell you about what are the things that Paul is telling Titus to teach and exhort and reprove the church. 3 അധ്യായങ്ങളുള്ള ഈ പുസ്തകത്തിൽ Book of Titus has only 3 chapters. 45 വാക്യങ്ങൾ മലയാളം, 46 വാക്യം മലയാളത്തിൽ, 45 വാക്യം ഇംഗ്ലീഷ് വേർഷൻ, 45-46 വാക്യങ്ങളേ ഉള്ളൂ. So it's only 45 to 46 verses altogether. 1-ാം അധ്യായത്തിൽ സംസാരിക്കുന്നത് നമ്മുടെ ദൈവത്തിന്റെ പരമാധികാരത്തെക്കുറിച്ചാണ്. In chapter 1 talks about the supremacy of our God. 2-ാം അധ്യായത്തിൽ ദൈവം തന്റെ പുത്രനിലൂടെ കാണിച്ച ദൈവകൃപയെക്കുറിച്ചാണ്. In chapter 2 talks about the grace of God shown to us through his son. 3-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനാലുള്ള നവീകരണവും റിവൈവലും. 5-ൽ കൊടുത്തിട്ടുള്ളത് പരിശുദ്ധാത്മാവിനുള്ള പുതുജനനവും നവീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. In chapter 3 it's about the reformation and renewal through the Holy Spirit. എന്നെ കേൾക്കുന്നുണ്ടല്ലോ, അപ്പോസ്തലനായ പൗലോസ് ജാതികളുടെ അപ്പോസ്തലൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. Apostle Paul was known as the apostle to the Gentiles. തന്റെ 1-ാം മിഷണറി യാത്ര കഴിഞ്ഞപ്പോൾ തന്നെ തനിക്ക് ലഭിച്ച ജാതീയനായ ഒരു നിജപുത്രനായിരുന്നു ടൈറ്റസ്. After the first missionary journey itself, he found a spiritual son. His name was Titus. 2-3 മിഷണറി യാത്രയിൽ ഒരു കമ്പാനിയനായിട്ട് കൂടെ ഈ മനുഷ്യനുണ്ടായിരുന്നു. And Titus traveled along with Paul as a companion in the 2nd and 3rd missionary trip. ക്രേത്ത എന്ന സ്ഥലത്ത് തന്റെ സഭാചാർജ് ഏൽപ്പിച്ചിട്ട് പൗലോസ് പോകുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. And we can see that Paul is entrusting the church ministry in Crete to Titus. യൗവനക്കാരനായ ഈ ജാതീയനായ സുവിശേഷകൻ, and this like a Gentile man who is an evangelist, പൗലോസ് തന്റെ അടുത്ത യങ് സുവിശേഷകന് കൈമാറുമ്പോൾ, as he is handing over the baton to this young evangelist, കുറേ ഉപദേശങ്ങൾ തനിക്ക് നൽകുകയാണ്. and he is giving him many advices. അതിലെ ഒരു ഉപദേശമാണ് നീ ഇങ്ങനെ പ്രസംഗിക്കണം. And one of the advices were like this, you have to preach like തന്റെ this. പ്രസംഗ സബ്ജക്റ്റുകൾ എന്തായിരിക്കണമെന്ന് പ്രസംഗ കുറിപ്പ് കൊടുക്കുന്നത് പോലെ താൻ പറയുകയാണ്. And he is giving like a sermon note points. This is what you should preach in your church or teach in your church. അതിലൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. And I want to teach you certain things through that. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. I hope you will all pay attention. ഞാൻ 1 by 1 ആയിട്ട് അവസാനം ചോദിക്കും. So there will be all points that I'll ask you to repeat. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുകളും നിങ്ങളുടെ മുഖങ്ങളും എനിക്കറിയാം. നിങ്ങൾ കോട്ടയത്താണോ കൊല്ലത്താണോ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് പ്ലീസ് ലിസൺ ടു മീ വെരി കെയർഫുള്ളി. So I will know if you're traveling to some other parts of the world, so I request your attention. 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമോ? Verse 11, can someone read? സകല മനുഷ്യർക്കും എല്ലാവർക്കും ഒരു ദൈവകൃപ ഉദിച്ചു. For the grace of God has appeared to all men. എന്നിട്ട് അടുത്ത വാക്യങ്ങൾ നമ്മൾ വീണ്ടും വായിക്കുമെങ്കിലും 13-ന്റെ അവസ്ഥ മലയാളത്തിൽ ഞാൻ 13-ന്റെ അവസ്ഥാനത്തിൽ ഇങ്ങനെ പറയുന്നു, ആ ദൈവകൃപ നമ്മെ എന്ത് ചെയ്യുന്നു? ശിക്ഷിച്ച് വളർത്തുന്നു. In verse 13, we see that this grace of God is correcting us. ചില വേർഷൻ ഇങ്ങനെയാണ്. എൻ്റെ തലവാചകം ഇതാണ്. തലവാചകം ഇങ്ങനെയാണ് പറയുന്നത്. The title is like this, nurturing and instructing grace of God.
So this will be the title for my sermon, Nurturing and Instructing Grace of God. ഒന്നുകൂടെ പറയാം, നമ്മെ വളർത്തുന്ന, പോഷിപ്പിക്കുന്ന, എൻകറേജ് ചെയ്യുന്ന, ബ്ലസ് ചെയ്യുന്ന ദൈവകൃപയും, So the grace that nurtures us and instructs us and give us nourishment. നമ്മെ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗൈഡ് ചെയ്യുന്ന, ഇൻസ്ട്രക്ട്, മലയാളത്തിൽ ശിക്ഷിക്കുന്ന അത്രയും ഭാഗം നമ്മൾ പോകുന്നില്ല. ഇംഗ്ലീഷ് വേർഷനിൽ മുട്ടു ഭാഷയിലൊക്കെ നോക്കുമ്പോൾ നമ്മെ ഇൻസ്ട്രക്ട് ചെയ്യുന്നതായ ഒരു ദൈവകൃപ. So like in some versions you can see, the grace of God that punishes us. I'm not going to that extreme, but in many, translations you can see the word that instructs us and corrects us. ദൈവകൃപ എന്ന വാക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? So we all like the word grace of God. ഗ്രേസ് എന്ന വാക്ക് ഇഷ്ടമല്ലേ? Do you like the word grace? ഗ്രേസിനെ ഇഷ്ടമാണോ? At least you like grace. ഗ്രേസിനെ ഇഷ്ടമുള്ള സ്വത്രം പറഞ്ഞു. മമ്മി പോലും കൈപൊക്കിയില്ല. എന്താ മമ്മി ഇത്? പ്രൈസ് ഗോഡ്. ഗ്രേസ് എന്ന വാക്ക് നമ്മുടെ ക്രിസ്തീയത്തിൽ എപ്പോഴും കേൾക്കുന്ന പദമാണ്. So grace is a word that we hear, like multiple times. യോയിച്ചാന്റെ വീട്ടിൽ സ്വർഗത്തിൽ മുഴങ്ങി കേൾക്കുന്ന പോലെ എന്നും കേൾക്കുന്ന പദമാണ്. In Joy Chan's household, you will hear that word 100 times every day. ഈ ദൈവകൃപ നമ്മളെ വളർത്തുന്നു. That's good. നമുക്കൊരു ഇഷ്ടമുള്ള കാര്യമാണ്. So we read that this grace helps us grow, which is a good thing. ദൈവകൃപയാണ് നമ്മെ ഓരോ ദിവസവും നടത്തുന്നത്. It is the grace of God that leads us. ദൈവകൃപ ഇല്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. We cannot stand without that grace. പൗലോസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കര സ്റ്റേറ്റ്മെന്റ് ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സ്റ്റേറ്റ്മെന്റ് ആണത്. And one of the statements by Paul I like very much is, പറഞ്ഞ പൗലോസ് പറയുന്നല്ലോ, അവന്റെ കൃപ എനിക്ക് മതി. Paul says, his grace is sufficient for us. മറ്റൊരു ഭാഗത്ത് പറയുന്നു, ഈ കൃപയാണ് എന്നെ ഞാൻ ആകുന്നെങ്കിൽ ഈ കൃപയാൽ ആകുന്നു. So I am who I am because of this grace. ഈ ദൈവകൃപ എന്നിൽ വ്യർത്ഥമായി പോയിട്ടുമില്ല. വാക്യങ്ങൾ അറിയാവുന്നത് പറഞ്ഞു. And this grace has not gone in vain in me. എവരിടെ നമ്മെ മുന്നോട്ട് നയിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. It is the grace of God that leads us every day. ദൈവത്തിന്റെ കൃപയായിരുന്നു എന്നെ അവിടുന്ന് വിടുവിച്ചത് കേട്ടോ. No, it is we always say, it's the grace of God that I got delivered from it. അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ഒന്ന് മൂളന്നേ. Do we say that? നമ്മൾ everyday പറയുന്ന പദമാണ്. Yes, we say that every day. It's the grace of God that delivered. Yes, that is true. അത് സത്യമാണ്. It is true. ദൈവകൃപയാണ് നമ്മെ everyday വളർത്തുന്ന, നമ്മളെ നർച്ചർ ചെയ്യുന്നത്. And it is what nurtures us. ആത്മീയമായ മണ്ഡലത്തിൽ, in our spiritual life, ഭൗതിക കാര്യങ്ങളിൽ, in our physical life, നമ്മുടെ ഫിസിക്കൽ ശാരീരിക പ്രശ്നങ്ങളിൽ, in our bodily needs, ദൈവത്തിന്റെ കൃപ നമുക്ക് തരുകയാണ്. God gives us his grace. പക്ഷേ ഈ സെയിം ദൈവകൃപ, but the same grace, everyday നമ്മെ ശിക്ഷിക്കുന്നു എന്നാണ് തീത്തോസ് പറയുന്നത്. and Titus, like Paul writes to Titus that it instructs us every day or corrects us or punishes us every day. വളർച്ചയ്ക്ക് ഡിസിപ്ലിൻ ആവശ്യമാണ്. And for growth we need discipline. എത്ര പേര് അഗ്രി ചെയ്യും ആ സ്റ്റേറ്റ്മെന്റിനോട്? സ്വതന്ത്രം. ഡിസിപ്ലിൻ, ഇൻസ്ട്രക്ഷൻ, കറക്ഷൻ വളർച്ചയ്ക്ക് ആവശ്യമാണ്. And instructions, corrections, teaching and discipline is needed for growth. എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ ഒരു ഓട്ടക്കാരൻ ഡിസിപ്ലിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. And Hebrews chapter 12 you can see the disciplines needed for a runner. ഞാനിവിടെ അത് വേഴ്സ് ബൈ വേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ട്. And I have taught you here word by word. ഒരു ഓട്ടക്കാരൻ കറക്റ്റ് നല്ലൊരു ഓട്ടക്കാരനായി തീരണമെങ്കിൽ അവൻ എന്ത് വേണം? ഡിസിപ്ലിൻ വേണം. So if you have to become a good athlete or a runner, you need a discipline. ഓടിക്കൊന്നും പറഞ്ഞ ഒരു ട്രാക്കിൽ കൊണ്ടുവരുന്നില്ല. A runner cannot just come to a track saying that I'm going to run. അവൻ ആ ഓട്ടക്കളത്തിൽ ഓടി ജയിക്കണമെന്നുണ്ടെങ്കിൽ, in order for him to win the race, എബ്രായലേഖനം 12 ഭാഷയെ പറയാം, വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഡ്രസ് ഉണ്ടായിരിക്കണം. in the book of Hebrews 12 language, his clothes should be weightless. ട്രാക്ക് ഉണ്ടായിരിക്കണം. He should have a track to run. അവൻ ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. He should have a focus. അവൻ എബ്രായലേഖന ഭാഷയെ പറയാ, അവിടെ എൻകറേജ് ചെയ്യുന്ന ആൾക്കാർ ഗാലറിയിൽ ഇരിപ്പുണ്ട്. And there should be encouragers in the gallery. നമ്മൾ അവിടെ പറഞ്ഞ സമൂഹം, സാക്ഷികളുടെ വലിയ സമൂഹം എന്ന് പറയുന്നത്. And in the book of Hebrews we read, such a big crowd of witnesses. അവർ ഓടുകയാണ്. And they're running. ഓടുമ്പോൾ അവർ ആ ഓട്ടങ്ങൾ ജയിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടുന്നത് 12-ാം അധ്യായത്തിന്റെ 10 വാക്യങ്ങളാണെന്ന് തോന്നുന്നു. അവർക്ക് ഡിസിപ്ലിൻ ആവശ്യമാണ്. And we see that they need to be disciplined. 10-ാമത്തെ വാക്യം ഡിസിപ്ലിന്റെ വളർന്ന ആ ഏറ്റവും ഡിസിപ്ലിൻ കൊടുത്തു വളരുന്നതിനെ കുറിച്ച് 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു. In Hebrews chapter 12 verse 10 you see the ultimate point after they disciplined and they grow. 12:10 എന്താ? What is it that we read in Hebrews chapter 12 verse 10? അവൻ ഡിസിപ്ലിൻ ഉള്ള പദമാണ്. അവൻ ശിക്ഷിച്ചത് കുറച്ചു കാലം. നമ്മുടെ വീട്ടിൽ അപ്പന്മാരുടെ കാര്യം പറയുന്നത്, സ്വന്തം അപ്പന്റെ കാര്യം പറയുന്നത്. അപ്പന്മാർ കുറെ കാലം അടിച്ചു.
18 കഴിഞ്ഞാൽ അടിക്കാൻ പറ്റത്തില്ല. So കുറെ this is കാലം about the അടിച്ചോണം. fathers, who disciplined us maybe until we are 18. After 18, they may have restrictions. സ്വതന്ത്രം കുഞ്ഞുങ്ങളെ കേൾക്കുന്നുണ്ടോ? I hope all the children. കുറെ കാലം പിന്നെ അടിക്കരുത്. So the fathers, discipline their children അവർക്ക് for an ബോധിച്ചതുപോലെ extent. അടിച്ചെന്നാ പറയുന്നത്. And it says that they chastened us after their own pleasure. ദൈവമോ എന്നർത്ഥമാ, അവനോ എന്നർത്ഥം. ആ But ദൈവമോ God, നാം അവന്റെ hallelujah. പറഞ്ഞേ, Vishuddhi Prabhu. what is the purpose of discipline? ക്രിസ്ത്യൻ ഡിസിപ്ലിന്റെ ആവശ്യം എന്താ? What is the purpose of Christian discipline? ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് നൽകിയിട്ടുണ്ട്. We are given a standard. വെള്ളിയാഴ്ച ഉറപ്പിച്ച സ്റ്റാൻഡേർഡ് ദൈവം എന്ന സ്റ്റാൻഡേർഡ് ആണ്. It is the standard of God. നമ്മുടെ കർത്താവിന്റെ സ്റ്റാൻഡേർഡ് ആണ്. It is the standard of our വചനം Lord. എന്ന ട്രാക്കിലൂടെ ഓടുന്നവർക്ക് And we are running through the track of the അവന്റെ word. വിശുദ്ധി പ്രാപിക്കേണ്ടതിന് അവൻ നമ്മെ ഡിസിപ്ലിൻ ചെയ്തു. And when God disciplines us, it is for our profit, that we might be partakers of His holiness. ദൈവകൃപ നമ്മെ നർച്ചർ ചെയ്യുമ്പോൾ തന്നെ When the grace of God nurtures നമ്മൾ us, എവരിടെ നമ്മെ ഡിസിപ്ലിൻ ചെയ്യുന്നു. it also disciplines us every day. നർച്ചറിങ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ? We all like to be nurtured. ഡിസിപ്ലിൻ ഇഷ്ടമുള്ളവർ കരം ഉയർത്തിയാണ്ട്. But how many of us like to be പൊക്കില്ലെന്ന് disciplined? എനിക്കറിയാം. None of us like it. പൊക്കില്ലെന്ന് എനിക്കറിയാം. അനുഗ്രഹങ്ങൾ നർച്ചറിങ് വേണമെന്ന് പറഞ്ഞാൽ എത്ര പേര് കാര്യം പൊക്കും? Now, how many of us are willing to get nurtured? And I am always there for nurturing and താഴ്ചയെടുക്കും. പക്ഷേ ഏതൊരു അനുഗ്രഹത്തിന്റെയും പിന്നിൽ വചനത്തിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. but for any blessing there is a condition behind it. ആമേൻ. നമ്മളെ ഡിസിപ്ലിൻ ചെയ്യാൻ ഒരപ്പൻ നമ്മളെ ഡിസിപ്ലിൻ ചെയ്യാൻ നമുക്ക് ഇഷ്ടമില്ല. അത് വല്ലാത്ത ഞങ്ങളുടെയൊക്കെ കാലത്ത് വേറൊരു മാർഗ്ഗമില്ല, അടി കൊണ്ട് ഉപ്പാടും പതക്കേടും വരുന്നൊരു കാലമായിരുന്നു. So when we were young, we had no option, we just have to take all the disciplines, however our fathers did. അടിയെ കഴിഞ്ഞിട്ട് കാലെ പിടിച്ചു, ചാച്ച എന്തിനാ ചാച്ച എന്നെ ഇത്ര അടിച്ചെന്നൊക്കെ ചോദിച്ചോളൂ ഞാൻ. So I have asked my father, why do you beat me like this? മധ്യവയസ്കനായി എനിക്കിന്ന് പറയാൻ പറ്റും അടിയുടെ ഗുണമുണ്ടെന്നേ. But I can today say that, it was for my benefit. ആരൊന്നും പറഞ്ഞില്ലല്ലോ. അടിക്കൊക്കെ ഒത്തിരി ഗുണമുണ്ട്. All the disciplinary actions would be beneficial at the end. അമ്മ നഷ്ടപ്പെടുമ്പോൾ അപ്പൻ നഷ്ടപ്പെടുമ്പോൾ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. Only when you lose your fathers and mothers, then എൻ്റെ only you will അപ്പൻ്റെ അമ്മയുടെ realize. ഉപദേശവും അപ്പൻ്റെ അടിയും എത്ര നന്നായിരുന്നു എന്ന്. Like how great it was, when our parents disciplined us. നമ്മുടെ ദൈവത്തിന്റെ ഡിസിപ്ലിന്റെ കീഴിൽ നമ്മൾ ഒതുങ്ങിക്കൊടുക്കാൻ ദൈവമക്കൾ തയ്യാറാകണം. For us also as children of God, we must submit when God disciplines us or എന്താണ് corrects പുള്ളി us. പ്രസംഗിക്കേണ്ട 5 വിഷയങ്ങൾ പറയേ, ശ്രദ്ധിക്കണം. So 5 things, that Paul is telling Titus to teach. 11ാമത്തെ വാക്യം വായിച്ച് മോനെ നീ പ്രസംഗിക്കേണ്ട ഇതാണ്. This is what you have to preach or speak. സകല മനുഷ്യർക്കും രക്ഷ ഉണ്ടാകേണ്ടതിന് ഒരു ദൈവകൃപ ഭൂമിയിൽ ഉദിച്ച കാര്യം നീ എല്ലാവരും പറയണം. So you have to preach to everyone that there was the grace of Hello. God that appeared to all men. എല്ലാ മനുഷ്യർക്കും. For everyone. എന്നോട് പറഞ്ഞേ, എല്ലാ മനുഷ്യർക്കും എന്ന് പറഞ്ഞേ. ഇന്ന് ദൈവാസം പ്രസംഗിച്ച സങ്കീർത്തനം എൻ്റെ കോട്ടിങ്ങുള്ള സങ്കീർത്തനമാണ്. 1ാമത്തെ വാക്യം. നിങ്ങൾ ഇന്ന് സങ്കീർത്തനം ഏതാ വായിച്ചത്? 67. പിള്ളേരൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ. 1ാമത്തെ വാക്യം എന്താ? So what was the first verse? ഞാൻ ഈ പറഞ്ഞ ചിന്തയിൽ ഞാൻ ഈ പറഞ്ഞ ചിന്തയിലും കൂടെ ആ സങ്കീർത്തനം വായിച്ചോണേ. ഒരു കൃപ ഗ്രേഷ്യസ് കാണിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഭൂമിയുള്ള സകല മനുഷ്യർക്കും ഒരു വഴി. നിങ്ങൾ കണ്ടായിരുന്നു 2ാം വാക്യത്തിൽ വഴി, നിന്റെ വഴി, ദൈവത്തിന്റെ വഴി ഭൂമിയിലും നിന്റെ രക്ഷ യഹൂദന്മാർക്കെന്നല്ല അവിടെ എഴുതിയേക്കുന്നേ. സകല ജാതികളുടെ. ആരാ എഴുതുന്നത്? ഈവൻ ദാവീദാണോ മോശ ആരാലും യഹൂദനാ എഴുതുന്നത്. Yes. So in Psalm 67, regardless whether it is David or whoever it is a Jew. But he is writing down നിന്റെ ദയ നീ കാണിച്ചാൽ, when you show your mercy, നിന്റെ ഗ്രേസ് ഞങ്ങളുടെ മേൽ കാണിച്ചാൽ, when you show your grace upon us, ഭൂമിയിലെ സകല ജാതികൾക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കും. and this Jew is writing that a way will be open for all nations. അടുത്ത വാക്യങ്ങളിലുണ്ട് മക്കളെ, എല്ലാ ജാതികളും. മലയാളത്തില്ല, കറക്റ്റ് നല്ല വേർഷനാ മലയാളത്തിൽ. എല്ലാ ജാതികളും അവനെ സ്തുതിക്കും. In the next verses you can see that all the nations will praise you. സകല മനുഷ്യരുടെയും വീണ്ടെടുപ്പിനായി
രക്ഷാകരമായ പദ്ധതി ക്രിസ്തുവിലൂടെ ഉദിച്ച കാര്യം ടൈറ്റസേ നീ പ്രസംഗിക്കണമെന്ന് പറയുന്നേ. Paul is telling Titus, Titus, preach boldly that there was this grace that appeared to all men. ഇന്ന് പകൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ പുൾപിറ്റ് ഞങ്ങൾ ഉപയോഗിച്ച് വിളിച്ചു പറയുന്നു, സകല മാനവരാശിക്കും രക്ഷയ്ക്കായ ഒരു പദ്ധതി ഒരുക്കി. അത് നാസറായരുടെ പദ്ധതിയാണ്. Hallelujah. Let us proclaim tonight that today that the grace of God has appeared that would bring salvation to all the nations. നിനക്ക് രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗ്ഗം യേശു ക്രിസ്തു There is മാത്രമേ. only one way for us to be saved. It is through Jesus Christ. പാപത്തിൽ നിന്ന് രക്ഷിച്ച കർത്താവിന് നിന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരു ക്രിസ്തു ഭൂമിയിൽ വന്ന ദൈവകൃപയെ കുറിച്ച് ഞാൻ പറയുന്നത്. I'm talking about a grace that appeared so that we will be saved from our sins. നമ്മുടെ പ്രസംഗങ്ങളുടെ കാതലായ വിഷയം ഇതായിരിക്കണം. ടൈറ്റസേ, നിന്റെ പ്രസംഗത്തിന്റെ കാതലായ വിഷയം രക്ഷാകരമായ ഒരു പദ്ധതി ഭൂമിയിലേക്ക് വന്ന കാര്യം നീ പ്രസംഗിക്കണം. But Titus, this should be the cream of your message, that the grace that has appeared to all men for their salvation. സ്നേഹിതാ, നിന്റെ രക്ഷയുടെ പദ്ധതി കാൽവരി ക്രൂശിൽ ദൈവം ഒരുക്കി. Dear friend, let us tell you that a way was opened for you on the cross of നിനക്ക് എങ്ങനെ അത് Calvary. സ്വായത്തമാക്കാൻ പറ്റും? How can you achieve and be beneficial of that? ഇങ്ങനെ ഒരു കാര്യം വന്ന കാര്യം നിനക്കറിയാമോ? Do you know about this grace that appeared to ദൈവം men? തന്റെ പുത്രനിലൂടെ രക്ഷ ഒരുക്കിയ കാര്യം നിനക്കറിയാമോ? Do you know about the grace that was shown through the നിനക്ക് Son of എങ്ങനെ അത് God? സ്വായത്തമാക്കാൻ പറ്റും? How could you make use of നീ that? പണം കൊടുക്കണ്ട, You don't have to നീ pay. മല കയറണ്ട, You don't have to നീ go എങ്ങും to പോയി the- ഉരുളണ്ട, You don't have to നിന്റെ do കുഞ്ഞിനെ the ബലിയായി sacrifice. കൊടുക്കണ്ട. You don't have to sacrifice. നിന്റെ ഹൃദയം ദൈവത്തിന് കൊടുത്താ മതി. But open your heart to him. ഹല്ലേലൂയ. Amen. നിങ്ങൾ കേട്ടില്ലേ കഴിഞ്ഞ ദിവസം വന്ന വാർത്ത? നമ്മുടെ സ്വന്തം നമ്മൾ ജനിച്ചു വളർന്ന രാജ്യത്തിൽ ഒരു സ്റ്റേറ്റിൽ 3 വയസ്സുള്ള ഒരു കുഞ്ഞിനെയും 5 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് ബലി കൊടുത്തിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവം രക്ഷ നൽകുമെന്ന് ഞങ്ങളുടെ പൂജാരി പറഞ്ഞുവെന്ന്. ഞാൻ നാമങ്ങൾ ഇവിടെ ഉദ്ധരിക്കുന്നില്ലെങ്കിലും സ്റ്റേറ്റും നാമം ഉദ്ധരിക്കുന്നെങ്കിലും ഒരു കാര്യം നിങ്ങോട്ട് പറയാം, മറ്റൊരു രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ഒറ്റ മാർഗമുണ്ടെങ്കിൽ, ഒറ്റ നാമമുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു എന്ന നാമം മാത്രമേ ഉള്ളൂ. We even heard of the story about like a 3-year-old and 5-year-old innocent children were sacrificed in order to get the pleasing from God. But let me tell you that you don't have to do any of those things, but you have to believe in that only one name, which is Jesus Christ. ഹലോ, Hallelujah. ഇന്ന് വരെ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഇതിനകത്തിരിപ്പുണ്ടോ? Is there anyone who has not received this grace until now? ഇന്ന് വരെ കർത്താവ് കാണിച്ചെന്ന മാതൃക സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇതിരിപ്പുണ്ടോ? Is there anyone who has not obeyed the baptism commandment by the കാല് Lord? പിടിച്ച് ഹംബിൾ റിക്വസ്റ്റോടെ പറയുന്നു. Let me humbly request today. ടൈറ്റസോട് പറഞ്ഞതുപോലെ നിനക്ക് ദൈവം നൽകിയ അധികാരം അതോറിറ്റിയിൽ പറയണം. ആ അതോറിറ്റിയിൽ പറയുന്നു. With the authority that is given to me from the word of God. ഒത്തിരി കാലം ഇനി നമ്മുടെ മുമ്പിൽ ഇല്ല മക്കളെ. We don't have many more, we don't have long time ahead of us. എറയിൽ എൻഡ് കാലത്ത് വന്ന് We are നിൽക്കുകയാണ്. living in the end at times. എന്നാ നമ്മുടെ മരണം എന്നറിയില്ല. എന്നാ We don't know when we do die or when the Lord comes. വേഗത്തിൽ രക്ഷിക്കപ്പെടുക. Like make use of the time to be വേഗത്തിൽ saved. സ്നാനത്തിലേക്ക് നയിക്കപ്പെടുക. Make use of the time to obey the commandment of the Lord. താങ്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. It is for your own salvation. ഇത് പ്രസംഗിക്കണം. ഒന്നാമത് എന്താ പ്രസംഗിക്കേണ്ടത്? So this is the first thing that you have to preach. രക്ഷാകരമായ ഒരു ദൈവകൃപ ഭൂമിയിൽ വന്ന കാര്യം പ്രസംഗിക്കണം. So you have to preach about the grace of God that has appeared to bring salvation to all men. രണ്ടാമത്തെ വാക്യം 12ാമത്തെ വാക്യം ഇങ്ങനെയാണ്. Verse 11 is like this. This grace teaches us. ഞങ്ങളെ പഠിപ്പിക്കും. NIRV ഭാഷ എനിക്ക് വളരെ സിമ്പിളായി മനസ്സിലാകുന്ന ഒരു ഭാഷ, അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. ഈ ഗ്രേസ് ഞങ്ങളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ 5 കാര്യങ്ങൾ പറയുന്നു. Verse 12 talks about 5 things that this grace teaches us. To say no to ungodly ways. Number 1, that teaches us to deny ungodliness. To say no to sinful desires. Number 2, to deny sinful desires. We must control ourselves. And number 3, this grace teaches us to control We ourselves. must do what is right. And fourth thing is that it teaches us to do what is right. We must lead godly lives in today's world. ഇന്നത്തെ അവിടെ മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന നല്ല പദങ്ങളാണ്. നിങ്ങൾ നോക്കിക്കേ. 12ാം വാക്യം ഇങ്ങനെ വായിച്ചാൽ, ഞാൻ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും 13ാമത്തെ വാക്യത്തിലാണ് വാസ്തവത്തിൽ ഞാൻ ഈ വായിച്ച ഭാഗം. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ എന്ത് ചെയ്യണം? സുബോധത്തോടെ നീതിയോടെ ദൈവഭക്തിയോടെ നിങ്ങൾ ജീവിക്കേണ്ടതിന്. എന്തിനാണ് കർത്താവ് ഡിസിപ്ലിൻ ചെയ്യുന്നത്? So why are we disciplined by God? ഡിസിപ്ലിൻ ചെയ്യുന്നത് അറിയാമോ? Do you know why God ചിലതിനോട് നോ disciplines പറയാൻ. us?
to deny certain things or to say no to certain things. ഉറക്കം വരുന്ന സ്തോത്രം പറഞ്ഞേ. ആരുമില്ല. ദൈവത്തിന് മഹത്വം ചെയ്യുന്നു. സ്തോത്രം. ചിലതിനോട് നമ്മൾ എന്ത് പറയണം? So we have to say no to certain things. പറയണം. നോ എന്ന് പറയണം. We have to say no to certain things. ദാനിയേൽ 1:8 എന്താ മക്കളെ, നിങ്ങൾ യൂത്ത് മീറ്റിംഗിലെല്ലാം എല്ലാവരും പ്രസംഗിക്കുന്ന കാര്യമല്ലേ? So in Daniel chapter 1:8 is something, which is commonly preached in the അപ്പനില്ല, youth meetings. അമ്മയില്ല, അവരെ ജൂയിഷ് ലീഡർഷിപ്പ് ഇല്ല. So they didn't have their parents with them, they didn't have their priests with them. ഒരു കൊട്ടാരത്തിൽ Now they're in a palace by themselves. അവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം, ഇഷ്ടമുള്ളത് കുടിക്കാം. They could eat what they want, they could drink what they want. ആരും ചോദിക്കില്ല. No one would question them. ആരെങ്കിലും ചോദിക്കാൻ വന്നാ പറയാ ഓർഡർ ഉണ്ട്, കിങ്ങിന്റെ ഓർഡർ ഉണ്ടെന്ന് പറയും. And they could like escape even if someone questions them that this is the order of the king. ആ സമയത്ത് ഈ മനുഷ്യൻ ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞെന്ന് പറയാം, ഈ അന്നത്തെ യൗവനക്കാർ. But these young men like No. boldly said no. നോ No. പറഞ്ഞ എന്നോട് ചെന്ന് നോ എന്ന് പറഞ്ഞേ. Now can you say no? എന്നോട് ചെന്ന് നോ എന്ന് പറയാൻ. No. എവരിഡേ ചിലതിനോട് നോ പറയണം. ഈ So every ആഴ്ചയിൽ day we എത്ര have കാര്യത്തോട് നോ to പറഞ്ഞിട്ടുണ്ട് say, നമ്മൾ? every day we may have to say no to certain things. Come, check yourself. How many times have you said no to certain things this week? ഈ വീക്കിൽ എത്ര കാര്യത്തിനോട് നെഗറ്റീവായ കാര്യത്തിൽ നോ പറഞ്ഞു, അതോ നമ്മൾ ചേർന്ന് നടന്നോ? Did we say no to negative things in our life this week, or did we കർത്താവ് walked നമ്മെ along with it? ഡിസിപ്ലിൻ ചെയ്യുന്നു. God disciplines us. മക്കളെ നീ പ്രസംഗിക്കണം. ടൈറ്റസ് നീ പ്രസംഗിക്കണം. Titus, you preach this. അതോറിറ്റിയിൽ പ്രസംഗിക്കണം. You preach with full authority. എന്താ പ്രസംഗിക്കണം അറിയാമോ? You know what you should preach? ദൈവകൃപ നിങ്ങൾ ശിക്ഷിക്കുന്നു എന്ന് പ്രസംഗിക്കണം. Preach that this grace Discipline. of God disciplines us. എന്തിനാ ഡിസിപ്ലിൻ ചെയ്യുന്നേ? Why are we disciplined? നീ ഇതൊക്കെ ഉപേക്ഷിക്കാൻ, പലതിനും പലതിനോട് ഉപേക്ഷ പറയാൻ നീ ഡിസിപ്ലിൻ ചെയ്യണമെന്ന് പറയണം. So you have to be disciplined by the grace of God so that you can deny certain things. മൂന്നാമത്തെ കാര്യം, The third thing, ഈ ദൈവകൃപ ഒരു ബ്ലെസ്സഡ് ഹോപ്പിലേക്ക് നീ ലീഡ് ചെയ്യുന്നു. this grace of God leads you to a blessed hope. ഒന്നുകൂടെ പറയാം, നീ പ്രസംഗിക്കേണ്ട കാര്യം അറിയാമോ? You know what you should preach? യേശുക്രിസ്തുവിന്റെ ഒരിക്കൽ ദൈവകൃപയെ കുറിച്ച് പറയണം. You have to teach about the grace that came through ദൈവകൃപ Jesus. ശിക്ഷിക്കുന്നു എന്ന് പ്രസംഗിക്കണം. You have to preach that it disciplines us. ഈ ദൈവകൃപ ഒരു ബ്ലെസ്സഡ് ഹോപ്പിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യം And പ്രസംഗിക്കണം. you have to preach about this grace that leads us to a blessed hope. മലയാളത്തിൽ 12ാമത്തെ വാക്യം അത്. In Malayalam, it's verse 12. വായിച്ചാട്ടെ. ദൈവകൃപ എന്താ നമുക്ക് തരുന്ന ബ്ലെസ്സഡ് ഹോപ്പ്? ഈ ദൈവകൃപ നമ്മെ ഇങ്ങനെ ശിക്ഷിച്ചും നമ്മളെ ഇങ്ങനെ വളർത്തിയൊക്കെ കൊണ്ടുവരുന്ന എവിടം വരെ കൊണ്ടുപോകാനാ? We are waiting for our Savior. Amen. അണ്ടിൽ നമ്മുടെ മരണം വരെയോ നമ്മുടെ കർത്താവിൻ്റെ മുഖം കാണുന്നിടം വരെ ഈ ദൈവകൃപ നമ്മെ പറഞ്ഞേ വളർത്തിക്കൊണ്ടിരിക്കും. സെയിം ടൈം ശിക്ഷിച്ചു So വളർത്തിക്കൊണ്ടിരിക്കും. this grace of God will continue to guide us and discipline us until the day that we die or the day that our Lord appears. എന്താ വാട്ട് ഈസ് അവർ ബ്ലെസ്ഡ്? നമ്മുടെ ബ്ലെസ്ഡ് ഹോപ്പ് എന്തുവാ? Now what is this blessed hope that we have? എന്തു നമ്മുടെ ബ്ലെസ്ഡ് ഹോപ്പ്? What is this blessed hope we have? മക്കളെ എന്തുവാ നമ്മുടെ ബ്ലെസ്ഡ് ഹോപ്പ്? Now dear children, what is our blessed hope? അടുത്ത മാസം ഒരു ജനറൽ ബോഡി ഞാൻ വിളിച്ചു കൂട്ടുന്നുണ്ട്. Now next month we have a general body. ജനറൽ ബോഡി വിളിച്ചു കൂട്ടിയിട്ട് എല്ലാ മെമ്പേഴ്സിനോടും എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. And I want to share with you all one thing. അതിനകത്ത് നമ്മുടെ ബ്ലെസ്ഡ് ഹോപ്പൊക്കെ ഞാൻ പറയും നിങ്ങളോട്. And I will tell you our blessed hope too. നമ്മൾ ഏക ഉപദേശത്തിൽ നിലനിന്ന് പോകണം. And we should all have one doctrine. നമ്മൾ ആരെ വിശ്വസിക്കുന്നു, എന്തിനെ വിശ്വസിക്കുന്നു, എന്താണ് നമ്മുടെ ലൈഫ്, നമ്മൾ മുമ്പോട്ട് എങ്ങനെയാ പോകുന്നത്, ഇതൊക്കെ നമ്മൾ അറിയണം. Now we have to know what is our beliefs, what is our doctrine, what is our focus and all those things. നമ്മുടെ ബ്ലെസ്ഡ് ഹോപ്പ് എന്താ അറിയാമോ? You know what is our blessed hope? നസറാനെ കാണുമെന്നുള്ള മാത്രം. We have to, our blessed hope is to see Jesus. ബ്ലെസ്ഡ് ഹോപ്പിന് മൂന്ന് ഫേസസ് ഞാൻ പറയാം. Now I'll tell you 3 phases 3 of that, ആസ്പെക്ട്സ് എന്നൊക്കെ പറയാം. or 3 aspects. ഒന്നാമത് നമ്മുടെ ബ്ലെസ്ഡ് ഹോപ്പ് നമ്മുടെ സേവിയറിനെ മുഖമായി കണ്ടു വ്യക്തിയെ കാണാൻ പോവാ. So we are going to see a person, our savior. അതിവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മളല്ലേ? And it talks about like that here. അല്ലേ? അതുപോലെ തന്നെ ഫിലിപ്പിയർ 3:20 പറഞ്ഞിട്ടുണ്ട് ആ വാക്യം. In Philippians chapter 3:20 also we can see. അവിടെ ഇങ്ങനെ നമ്മൾ ഒരു രക്ഷിതാവിന് വേണ്ടി കാത്തിരിക്കുന്നു. We are waiting for a savior to come. Philippians 3:20. നമ്മുടെ ബ്ലെസ്ഡ് ഹോപ്പിന്റെ രണ്ടാമത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത് The second aspect is നമ്മുടെ റിസറക്ഷൻ ആണ്.
It is our resurrection. നമ്മുടെ പഴയ നമ്മൾ മരിച്ചു മണ്ണിലോട് ചേർന്നാലും മരിക്കാതെ ജീവനോടിരുന്നാലും നമ്മുടെ ശരീരത്തിൽ രൂപാന്തരം വരുമെന്ന We പ്രതീക്ഷയുണ്ട്. believe that our bodies, even though we die or even though we are alive, our bodies will be reformed or ഞാൻ resurrected. അതിന്റെ വാക്യങ്ങൾ വായിപ്പിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമത്. We all know that, so I'm not going into the verse details. Third aspects of our living hope, നമ്മുടെ living hope മൂന്നാമത്തെ ആസ്പെക്ട്, The third aspect is we are waiting for a new city, ഒരു പുതിയ പട്ടണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. we are waiting for a new city. നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ആരെ എന്തൊക്കെ വേണ്ടിട്ടാ? What are we waiting for? നമ്മുടെ യേശുവിനെ കാണണം. To see our Savior. രണ്ട്, Number 2, നമ്മുടെ ശരീരത്തെ രൂപാന്തരം. we are waiting for the resurrection of our മൂന്ന്, body. പറഞ്ഞ മൂന്ന്, Number 3, നമ്മളൊരു പുതിയ പട്ടണത്തിനെ we are കാത്തിരിക്കുന്നു. waiting for a new city. അബ്രഹാമിന്റെ ഭാഷയിൽ ഇങ്ങനെ പറയാം, In Abraham's language, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു പട്ടണത്തിനായി ഒരു പട്ടണത്തിനായി ഞാൻ എന്ത് ചെയ്യുന്നു? കാത്തിരിക്കുന്നു. We are waiting for a new city. a city that is built, by God Himself. മകളെ, ഈ ബ്ലെസ്സഡ് ഹോപ്പിനെ കുറിച്ച് നീ പ്രസംഗിക്കണം. And you have to preach about this blessed hope, Titus. എന്താണ് ടൈറ്റസിന്റെ പ്രസംഗത്തിന്റെ മൂന്നാമത്തെ സബ്ജക്റ്റ്? So, what is the third നമ്പർ 1 subject? പറഞ്ഞു. നമ്പർ 1, What is number 1 topic? സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചെന്ന് പറയണം. The saving grace that appeared to all men. രണ്ടാമത്, ദൈവകൃപ നിങ്ങളെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് പറയണം. Number 2, that grace disciplines us. ഡിസിപ്ലിൻ ഉണ്ട് ക്രിസ്ത്യൻ ലൈഫിൽ എന്ന് പറയണം. You have to teach about the discipline of Christian life. മൂന്നാമത് പറയണം, നിനക്കൊരു ബ്ലെസ്സഡ് ഹോപ്പ് ഉണ്ടെന്ന് പറയണം. Number 3, about the blessed hope to come. നാലാമത്തെ കാര്യം, The fourth thing, ഈ ദൈവകൃപയിലേക്ക് വന്നവരിൽ നിന്ന് കർത്താവ് ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യുന്നു. there is one thing that God expects back from someone who is in this grace. എന്താണ് എക്സ്പെക്ടേഷൻ? 14ാമത്തെ വാക്യത്തിലുണ്ട്. Verse 14 says us. ഞാൻ അങ്ങ് മലയാളം നോക്കാം, നിങ്ങൾ ഇംഗ്ലീഷിൽ ഏതെങ്കിലും ഭാഷ നോക്കിക്കോ. 14ാമത്തെ വാക്യം ഇങ്ങനെയാണ്, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തിട്ട് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന്. He wants to purify for himself a people for his own possession, zealous for good deeds. രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. 2 things I want to remind you. വിശദീകരണമില്ലാതെ Without holiness, വീണ്ടെടുക്കപ്പെട്ട ജനത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഗുഡ് ഡീഡ്സ്, നല്ല സൽപ്രവർത്തികൾ. God is expecting us to do good works. രണ്ട്, നമ്മുടെ ശുദ്ധീകരണമാണ്. Number 2, God wants us to be purified. ദൈവത്തെ പോലെ ആയിത്തീരണമെന്ന് കർത്താവ് എക്സ്പെക്ട് ചെയ്യുന്നു. God expects us to be like Him. അത് നീ പ്രസംഗിക്കണം. And you have to preach that. എന്താ പ്രസംഗിക്കേണ്ടത്? What should you preach? മക്കളെ, നിന്നൊരു എക്സ്പെക്ടേഷൻ കർത്താവിനുണ്ട്. Now, God has an expectation because He saved you. എന്താ എക്സ്പെക്ടേഷൻ? You know what is that expectation? രക്ഷിക്കപ്പെട്ടതിന്റെ അന്ന് മുതൽ നിന്റെ സ്വഭാവത്തിന് മാറ്റം വരണം. Now, our character should start changing. ഹലോ, ഒരുവൻ ബാക്കി പറഞ്ഞു, ഒരുവൻ ക്രിസ്തുവിലായാൽ, And പുതിയ സൃഷ്ടി. വേഗത്തിൽ പറഞ്ഞു, അവസാനം ഈ ബാക്കിയൊക്കെ പറഞ്ഞേ, ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. പറഞ്ഞു, പഴയത് കഴിഞ്ഞു പോയി, സകലവും പുതുതായി തീർന്നു. അങ്ങനെ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരു നാണയം തിരിച്ചിട്ടതുപോലെ. Have you ever had that kind of transformation in your life, like a coin is flipped upside down? പണ്ട് 2 കുപ്പി കള്ളു കുടിക്കും, ഇപ്പോൾ 1 പൈന്റ് അടിക്കും. So maybe you were drinking heavy early, now you have cut back. പണ്ട് സോഷ്യൽ ഗ്യാതറിങ് 5 വട്ടം ഒരാഴ്ച പോകാറുണ്ട്, ഇപ്പോൾ 1 വട്ടേ പോകത്തുള്ളൂ പാസ്റ്ററെ. Now, like social gatherings were only 5 times previously, now only 1 time. നമ്മുടെ ഒന്നും കാര്യം പറയുന്നില്ല, പുറത്തുള്ള ആൾക്കാർ കാര്യം പറയാം. നമുക്ക് ഇങ്ങനെ ഒന്നും പരിപാടിയൊന്നും ഇല്ലല്ലോ. എന്താണ് രക്ഷിക്കപ്പെട്ടവന്റെ മുൻപും പിൻപും എന്നൊരു മാറ്റം നമുക്കുണ്ടോ? So is there anything like a before and after? Is there such a change after we got saved? പണ്ട് വെള്ള വസ്ത്രം എടുത്തില്ല, വെള്ള വസ്ത്രം ഇട്ട് ഒരു കോട്ടും കൂടെ എടുത്ത് മല്ലി ഇടും. So previously we did not wear white dress, now we would wear pure white dress and a coat over it. Change. But we need to change. ഞാൻ ഹൃദയത്തോർത്ത് പറയാ, നിത്യതയിൽ പോകുന്ന കാര്യം പറയാ. No, this is about our salvation. നമുക്കൊരു ചേഞ്ച് വേണം. We must change. എന്ത് മാറ്റം നമുക്കുള്ളത്? What kind of change do we have? പണ്ട് ഡിസൊബീഡിയൻസിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടായിരുന്നു. We had the spirit of disobedience in us in the past. ഇന്ന് ഒബീഡിയൻസിന്റെ ആത്മാവ് നമ്മുടെ മേലുണ്ട്. But now we have the spirit of obedience. ഇന്ന് പകൽ പണ്ട് പ്രകൃതിയാൽ ജാതികളെന്ന പൗലോസ് പറഞ്ഞു, പ്രകൃതി ജാതികളായിരുന്നു. No, we were the Gentiles by our nature. കർത്താവ് നമ്മിൽ നിന്ന് ഒരു പ്രതീക്ഷ ദൈവത്തിന് നമ്മുടെ മേലുണ്ട്. But God has an expectation from us. എൻ്റെ കുഞ്ഞ് വളരും തോറും As we grow and grow, അവന് മാറ്റങ്ങൾ വരും. as we expect changes, God expecting ഞാൻ changes. 6 വയസ്സുള്ള എൻ്റെ ജേക്കൂസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതല്ല 19 വയസ്സുകാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. No, I don't expect the same kind of behavior from Jeremy as I expect from 6-year-old Jekus. നിങ്ങൾ ഡെയിലി ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ നർച്ചർ ചെയ്ത് ഡിസിപ്ലിൻ ചെയ്ത് നിങ്ങളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ
ഗോഡ് കർത്താവ് നമ്മളിൽ നിന്ന് Hallelujah. മക്കളെ ഒന്ന് പുതിയ മാറ്റം നമ്മൾ ആഗ്രഹിക്കുന്നു മക്കളെ. Now, as God's grace is nurturing us every day, He's expecting us കുറവുണ്ട്, to നമ്മുടെ change. ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. Yes, we all have shortcomings. നമ്മളൊക്കെ ജഡത്തിൽ ജീവിക്കുന്നവരാ. No, we live in our flesh. ദേഷ്യപ്പെട്ടിട്ടുണ്ട്, നമ്മൾ തമ്മിൽ അടിച്ചിട്ടുണ്ട്, വീട്ടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, കോളേജിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഡ്യൂട്ടിയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, മാതാപിതാക്കളുമായി ഇടപെടൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പെർഫെക്റ്റ് മനുഷ്യരൊന്നും അല്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ കണ്ണുനീരോടെ പറയണം, ലോർഡ് മാറ്റമില്ലാത്ത അങ്ങയാൽ എനിക്കൊരു മാറ്റം വരുത്തണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന എത്ര പ്രിയപ്പെട്ടവർക്ക് ഈ പകലിനകത്ത് ആലയത്തിലുണ്ട്. പ്രിയമുള്ളവരെ, യേശു നിന്നിലൂടെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. യേശുവിലൂടെ നിന്നിലൊരു മാറ്റം കർത്താവ് കാണാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബജീവിതത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളുടെ ആത്മീയത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം എന്റെ ജീവിതത്തിനകത്തൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുക എത്ര പ്രിയപ്പെട്ടകത്തുണ്ട്. നിങ്ങളുടെ കരം ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുമോ? Lord, I need a change. Yes, Lord, കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ എക്സ്പെക്ടേഷൻ. God's expectation. അപ്പം ഈ 4 കാര്യം നീ പ്രസംഗിക്കണം. എന്നിട്ട് അവസാനം ഒരു കാര്യം പറയാം. അവസാനം ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. I'll conclude with one more thing. മക്കളെ, ഈ ദൈവകൃപയൊക്കെ കൃപയെന്നൊക്കെ പറഞ്ഞാൽ, ഗ്രേസ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമ്മളൊന്നും കൊടുത്തിട്ടൊന്നും വാങ്ങിക്കുന്നതല്ല, അല്ല ആണോ? So this grace is not something that you paid for. പക്ഷേ ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാ, ശരിയാ. This is given free for you, which is right. പക്ഷേ ഒരാൾ എന്തോ ഒരു പേ ചെയ്ത കാര്യം ഇവിടെ പറയുന്നുണ്ട്. But it talks about someone had to pay. 14-ാം വാക്യം വീണ്ടും നിങ്ങൾ വായിച്ചേ. ശാന്തമായി വായിച്ചു, അവസാനിപ്പിക്കുക. ശാന്തമായി വായിച്ചു 14-ാമത്തെ വാക്യം. അവൻ നമ്മെ വീണ്ടെടുത്തു. കേട്ടെ, അവന്റെ ഓൺ പൊസഷൻ ആക്കി മാറ്റാൻ. എവിടുന്നാ വീണ്ടെടുത്തതാ പറഞ്ഞേ? അധർമ്മത്തിൽ നിന്ന്, എല്ലാ പാപത്തിൽ നിന്ന്, അധർമ്മത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? അവൻ വീണ്ടെടുത്തു. എന്നിട്ട് അവൻ നമ്മളെ സ്വന്തം ഓൺ പൊസഷൻ എന്ന പദമുണ്ട്, സ്വന്തം കുഞ്ഞാക്കിയെന്ന്. ഹലോ കേട്ടെ, സ്വന്തം കുഞ്ഞാക്കിയെന്ന് ഒന്ന് മൂളിക്ക് പറഞ്ഞേ. സ്വന്തം കുഞ്ഞാക്കി, സ്വന്തം ജനമാക്കി. അതിനെന്താ കർത്താവ് കൊടുത്ത വില? തന്നെത്താൻ നമുക്ക് വേണ്ടി പറഞ്ഞേ, തന്നെത്താൻ. He gave himself for us തന്നെത്താൻ, to make us his own possession. സ്വന്തം ശരീരം അവന് നമുക്ക് തന്നു. He gave his own body for us. എന്നിട്ട് അവൻ എക്സ്പെക്ട് ചെയ്തുകൂടെ കുറച്ച്? Then don't you think he can have some expectation back? മക്കളെ, Amen. കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഒരു കർത്തദാസൻ ഇവിടെ വന്ന് പ്രസംഗിച്ചു. Last week a man of God preached here. താൻ പറഞ്ഞ ഉദാഹരണം ഞാൻ പലയിടത്തും ഉപയോഗിക്കും. So that there's an example that this man said, I will use it again. തന്റെ 2 ലങ്സും ട്രാൻസ്പ്ലാന്റ് ചെയ്തല്ലേ? He's a double lung transplant താൻ പറഞ്ഞൊരു person. കാര്യം, ശരീരത്തിലെ മറ്റവയവങ്ങൾ, ഡോക്ടർ തെറ്റോണ്ടി പറയണം, മറ്റവയവങ്ങൾ മരിച്ച വ്യക്തിയുടെ എടുക്കാം. So the other organs you could use a person who is already dead. ലങ്സ് മരിച്ച ആട് എടുക്കാൻ പറ്റത്തില്ല. But lungs, cannot be of a dead person. തിരിച്ചാ ഞാൻ പറഞ്ഞല്ലേ. അപ്പോ ഏതോ ഒരു മനുഷ്യൻ മരിച്ചിട്ട് ഞാൻ തിരിച്ചാ പറഞ്ഞല്ലേ, ആ മനുഷ്യൻ മരിച്ചിട്ട് ആ മനുഷ്യൻ ലങ്സ് എന്ത് ചെയ്തു? So someone died and his lung was transplanted to this man of God. ഞാൻ ആ ദിവാസിനെ കുറിച്ച് കേട്ടത് 18 വയസ്സിനും 25 വയസ്സിനിടയിലുള്ള ഒരു കൊച്ചു യൗവനക്കാരന്റെ ലങ്സ് ആണ് ഈ 70 വയസ്സുകാരന്റെ ശരീരത്തിലിരിക്കുന്നത്. So I heard that this pastor was very fortunate that he got a young man's lungs. ഇനി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുക, ഈ ലങ്സ് കൊടുത്ത മനുഷ്യൻ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെന്നിരിക്കട്ടെ. So suppose this man who donated the lungs is still living. ഈ മനുഷ്യനെ കുറിച്ച് ആ മനുഷ്യൻ എന്തെങ്കിലും എക്സ്പെക്ടേഷൻ കാണും? So do you think he'll have some expectations because he gave his lungs to him? പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ഒരാൾ മരിച്ചു നമ്മളെ നിലനിർത്തിയപ്പോൾ, so think like this, someone died for us and that we are standing because of him. മനുഷ്യൻ ജീവിച്ചു. പിന്നെ നമുക്ക് വേണ്ടി മനുഷ്യൻ ജീവിച്ചു 3-ാം ദിവസം. And Jesus Christ resurrected from the dead on the 3rd day. ജീവിച്ചിരുന്നോണ്ട് ഇന്ന് നമ്മൾ ഇന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടെന്ന് ദൈവത്തിന്. And because he's a living God, he is expecting something back from us. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി നൽകിയിട്ടാണ് ഈ ദൈവകൃപ നമ്മുടെ മേൽ ഷോ ചെയ്തത്. And giving his own life, he has shown us the grace.
മോനെ ടൈറ്റസ് ഇതിന്റെ പ്രസംഗത്തിന്റെ കാതല വിഷയം 5-ാമത്തെ വിഷയം ഇതായിരിക്കണം. This should be the cream of your message. വോളണ്ടറി, സ്വയമായിട്ട് ശരീരം കൊടുത്ത് മാനവജാതിയെ വീണ്ടെടുത്ത ഒരുവനുണ്ട്, അവനെ നീ പ്രസംഗിക്കണം. You have to preach about, the one who gave himself for us. 5 സബ്ജക്റ്റ് നിങ്ങൾക്ക് കിട്ടിയോ? 15-ാമത്തെ വാക്യത്തിലാണ് പറഞ്ഞത്, ഇത് നീ എന്ത് ചെയ്യണം. 14 വരെ പറഞ്ഞിട്ട് പറയാണ്, ഇത് നീ എന്ത് ചെയ്യണം. യു ഷുഡ് പ്രൊക്ലെയിം ഓർ പ്രീച്ച്. ജനത്തോട് നീ പ്രസംഗിക്കണം. So in verse 15, it says that these things you speak with all authority. ഇനി ഒരു 2 മിനിറ്റ് എന്നോട് എഴുതിട്ട് എല്ലാവരും. Would you stand up with me for 2 minutes? മനസ്സോടെ ശാപമാരത്തിൽ തൂങ്ങിയ മനുവേല ദൈവജാത, മനസ്സോടെ ശാപമാരത്തിൽ തൂങ്ങിയ മനുവേല ദൈവജാത, നിനക്കീ വേദന വാരുത്തി വെച്ചവൻ നീജഞ്ഞാനല്ലോ, നിനക്കീ വേദന വാരുത്തി വെച്ചതി നീജഞ്ഞാനയ്യോ. തീത്തോസ് ലേഖനത്തിൽ പറഞ്ഞത് തന്നെത്താൻ നമുക്ക് വേണ്ടി ഒഴിച്ചെന്നാ പറഞ്ഞല്ലേ. It says that he gave himself for us. എന്തിനാണെന്നറിയാമോ? You know why? പിതാവാം ദൈവത്തിന്റെ പരമാധികാരത്തിൽ കടന്ന ഒരു കാര്യം അവനിലൂടെ നമുക്ക് കൊണ്ടു തരികയായിരുന്നു. It is to make us receive something that was under the control of the Father. നമ്മുടെ കർത്താവിന്റെ ശരീരം നമുക്ക് വേണ്ടി തകർന്നതുകൊണ്ട് നമുക്ക് ലഭിച്ചത് സകല മാനവരാശിയുടെ മുമ്പിൽ ദൈവത്തിന്റെ കൃപ അവൻ ഉദിച്ച് അവൻ നമ്മൾ കൊണ്ട് തരികയായിരുന്നു. His grace was appeared to all men because he gave himself. എന്ന പകരം നിങ്ങൾ പറയണം, കർത്താവേ എനിക്ക് വേണ്ടി തന്നെത്താ നീ ഒഴിച്ചു നൽകിയല്ലോ, ഞാൻ അതിന് നിനക്ക് നന്ദി പറയുക എന്ന് പറയണം. Can we give thanks to the Lord for giving himself for us? യേശു കാൽവരി ക്രൂശിൽ മരിച്ചതുകൊണ്ട് നമുക്ക് ലഭിച്ചത് എന്താ? And what did we receive because he died? നമ്മുടെ പാപത്തിന്റെ പരിഹാരം ലഭിച്ചു. No, we received the redemption of our ഒരു sin. ബ്ലെസ്ഡ് ഹോപ്പ് നമുക്ക് നൽകി. No, we are given a blessed hope. ഒരു ബ്ലെസ്ഡ് ഹോപ്പ് നമുക്ക് നൽകി. And we are given a blessed hope. പാപത്തിൽ മരണത്തിൽ കിടന്ന നമ്മെ അവന്റെ മകനാക്കി സ്വന്തമാക്കി തീർത്തു കാൽവരി ക്രൂശിൽ. And we became his own possession. പ്രിയ കുഞ്ഞെ, നിനക്ക് വാഗ്ദാനം ചെയ്ത നിത്യജീവൻ നിനക്ക് ലഭിക്കും. No, dear child, you will receive that blessed hope that's promised to you. ആ നിത്യജീവൻ ലഭിക്കാൻ വേണ്ടിയാ ഞാൻ പറയുന്നത്. In order for you to receive ഈ that blessed കർത്താവിനായി hope, നിന്നെ അങ്ങ് സമർപ്പിച്ചോണം. no, you submit yourself in his presence. ഈ ദൈവകൃപ എന്തെങ്കിലും ശിക്ഷ നിനക്ക് ഡിസിപ്ലിൻ തരുന്നെങ്കിൽ, If you are disciplined by this grace, നിന്നെ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന് വർജിച്ച് ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന് നീ കർത്താവിനെ പോലെ ആയി തീരാൻ വേണ്ടിയിട്ടാണ്. and this is for you to become, like God, denying all this ungodliness. ഈ കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ ഇന്ന് പകൽ അനുഭവിച്ചറിയണം. And we have to experience the presence of the Lord every day. പ്രിയമുള്ളവർ, ഈ ലോകത്തിൽ നമുക്ക് ആശയുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഒരു കാര്യത്തിലുമല്ല. And if we have any desires, it shouldn't be to this world. പാട്ടുകാരൻ ചാൾസ് ജോൺ എന്ന മനുഷ്യൻ എഴുതിയപ്പോൾ ഇങ്ങനെ പാട്ട് പറഞ്ഞു, പരനേശുവൻ വരവന്യെ പാരിൽ നമുക്ക് വേറെ ആശയില്ല. This lyricist Charles John wrote like this: I don't have any desires other than the coming of the Lord. ഈ ഭൂമിയിൽ ഒരു ആശയുണ്ടെങ്കിൽ യേശുവിന്റെ വരവ് മാത്രമേ. If we have any desires left in this world, it should be for the coming of the Lord. That is our blessed hope. That is our blessed hope. അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. Hallelujah. ഹല്ലേലൂയ. പ്രിയൻ വരും നാളിനി അധികമില്ല, സിയോൻ പൂരം നമുക്കിനി അകലമല്ല. പ്രിയൻ വരും നാളിനി അധികമില്ല, സിയോൻ പൂരം നമുക്കിനി അകലമല്ല. അവനായുന്നു നിന്ദകൾ സഹിച്ചും അപമാനങ്ങൾ അനുഭവിച്ചും, അവനായുന്നു നിന്ദകൾ സഹിച്ചും അപമാനങ്ങൾ അനുഭവിച്ചു. അവൻ വേലയിൽ തുടർന്നിടുന്നു, അന്നു തരും താൻ പ്രതിഫലങ്ങൾ. അവൻ വേലയിൽ തുടർന്നിടുന്നു, അന്നു തരും താൻ പ്രതിഫലങ്ങൾ. അധികമില്ല, സിയോൻ പൂരം നമുക്കിനി അകലമല്ല. പ്രിയൻ വരും നാളിനി അധികമില്ല, സിയോൻ പൂരം നമുക്കിനി അകലമല്ല. ഇരുളാണിന്ന് പാരിതിലെങ്ങും ഈ
ഇരുളാടുന്നു പാരിതിലെങ്ങും. ഓ ഇവിടിൽ ഒരു സമാധാനമോ പരദേശുവിൻ വരവെന്നിയേ. പാരിൽ നമുക്ക് നിരാശയില്ല. പരദേശുവിൻ വരവെന്നിയേ. പാരിൽ നമുക്ക് നിരാശയില്ല. പ്രിയൻ വരും നാളിനി അധികമില്ല. സിയോൻ ദൂരം നമുക്കിനി അകലമല്ല. പ്രിയൻ വരും നാളിനി അധികമില്ല. സിയോൻ ദൂരം നമുക്കിനി അകലമല്ല. തികച്ചു നമുക്കൊരു നാട്ടിൽ ഒട്ടും കണ്ണുനീരില്ലാത്ത വീട്ടിൽ. ഓട്ടം തികച്ചു നമുക്കൊരു നാട്ടിൽ ഒട്ടും കണ്ണുനീരില്ലാത്ത വീട്ടിൽ. ഒരു നാളിൽ നാം അണഞ്ഞിടുമോ ഓടിപ്പോയിടും വിനകളെല്ലാം. ഒരു നാളിൽ നാം അണഞ്ഞിടുമ്പോ ഓടിപ്പോയിടും വിനകളെല്ലാം. പ്രിയൻ വരും നാളിനി അധികമില്ല. സിയോൻ ദൂരം നമുക്കിനി അകലമല്ല. പ്രിയൻ വരും നാളിനി അധികമില്ല. സിയോൻ ദൂരം നമുക്കിനി അന്ത്യനാളുകൾ. അകലമല്ല. നാളുകളാടിതെന്നറിഞ്ഞ് ആദ്യ സ്നേഹത്തിൽ നമുക്കിനിയോ. അന്ത്യനാളുകളാടിതെന്നറിഞ്ഞ് ആദ്യ സ്നേഹത്തിൽ നമുക്കിനിയോ. തിരുനാമത്തിൻ മഹിമകൾക്കായി തീരം താൻ വരും തരും നാളുകൾ. തിരുനാമത്തിൻ മഹിമകൾക്കായി തീരം താൻ വരും തരും നാളുകൾ. പ്രിയൻ വരും നാളിനി സിയോൻ ദൂരം നമുക്കിനി അകലമല്ല. പ്രിയൻ വരും നാളിനി അധികമില്ല. സിയോൻ ദൂരം നമുക്കിനി അകലമല്ല. ഇരുളാടുന്നു പാരിതിലെങ്ങും ഇവിടിൽ ഒരു സമാധാനമോ. ഇരുളാടുന്നു പാരിതിലെങ്ങും ഇവിടിൽ ഒരു സമാധാനമോ. പരദേശുവിൻ വരവെന്നിയേ. പാരിൽ നമുക്ക് നിരാശയില്ല. 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 പരദേശുവിൻ യേശുവിൻ വരവെന്നിയേ. പാരിൽ നമുക്ക് പ്രിയൻ വരും. നിരാശയില്ല. പ്രിയൻ വരും നാളിനി അധികമില്ല. സിയോൻ ദൂരം നമുക്കിനി അകലമല്ല. പ്രിയൻ വരും നാളിനി അധികമില്ല. സിയോൻ ദൂരം നമുക്കിനി അകലമല്ല. പ്രിയൻ വരും നാളിനി അധികമില്ല. സിയോൻ ദൂരം നമുക്കിനി അകലമല്ല. പ്രിയൻ വരും നാളിൻ പ്രത്യാശയോടൊന്ന് പറഞ്ഞേ, കർത്താവേ ഞങ്ങൾക്ക് ഈ പാരിൽ ആശയുണ്ടെങ്കിൽ യേശുവിന്റെ വരവ് മാത്രമേ ഉള്ളൂ. അതിനായി എന്നെ ഡിസിപ്ലിൻ ചെയ്ത്, അതിനായി എന്നെ വളർത്തി ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് എന്നെ നയിക്കണമേ എന്ന് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിൽ പ്രാർത്ഥനയോടെ പറഞ്ഞ കർത്താവ് വേറൊരു ആശ എനിക്കില്ല. കർത്താവേ, ദൈവം ഒരുക്കിയ ആ രക്ഷയുടെ പദ്ധതിയെ ഞങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്നല്ലോ അങ്ങ്. അത് ഇന്ന് പകലും ഞങ്ങളത് വിളിച്ചു പറയുകയായിരുന്നു. യേശു ക്രൂശിലൂടെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ വലിയ ദൈവകൃപ ഞങ്ങളുടെ മേലങ്ങ് കാണിച്ചല്ലോ.
അങ്ങയുടെ മക്കളായി തീരാനായിട്ടൊരു അവസരം ഞങ്ങൾക്ക് നൽകിയല്ലോ. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമതാ കർത്താവേ. സങ്കീർത്തനക്കാരൻ പറയുന്നു, സ്വർഗത്തിൽ ദൈവം ഒരു ഗ്രേസ് സകല ജാതിയുടെ മുമ്പിൽ കാണിക്കും. അന്ന് അവർ ഒരു വഴി മനസ്സിലാക്കും, അന്ന് അവർ ഒരു രക്ഷ കാണും. എന്നിട്ട് സകല ജാതികളും അവനെ സ്തുതിക്കും. കർത്താവെ, ആ ജാതികൾ സ്തുതിക്കുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഈ പാവപ്പെട്ടവനെയും കൊണ്ട് നീ കണ്ടല്ലോ. ആ ജാതിയിൽ ഒരുവനായി എന്നെയും കൊണ്ട് നീ കണ്ടല്ലോ. ഞങ്ങളുടെ മക്കളായി തീരാൻ കർത്താവെ, ജാതി നോക്കിയില്ല, ഭാഷ നോക്കിയില്ല, ഞങ്ങളുടെ കളർ നോക്കിയില്ല, കുടുംബം നോക്കിയില്ല. അങ്ങയുടെ സ്നേഹം തേടി എൻ്റെ വീട്ടിനകത്തേക്ക് വന്നു. അങ്ങേ അറിയാൻ അവസരം നൽകി. ശാപമര കുരിശിനകത്ത് അങ്ങ് തന്നെത്താൻ ഒഴിച്ച് എൻ്റെ പാപപരിഹാരം വരുത്തി. ഞങ്ങളെന്ന് പകൽ അതിന് നന്ദി പറയുക കർത്താവേ. ആരെങ്കിലും ഇന്ന് വരെ ഈ സന്തോഷം അനുഭവിക്കാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ അപ്പാ, ഇന്ന് പകൽ അവർക്കോട് സംസാരിക്കണേ. വേഗത്തിൽ വെച്ച് തീരുമാനമെടുക്കാൻ നീ അവസരം കൊടുക്കണമേ. ഞാൻ അങ്ങയുടെ നാമത്തിൽ അങ്ങനെക്ക് നൽകിയ അധികാരത്തോടെ യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെ ശിക്ഷിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയുടെ കയ്യിൽ നിന്ന് ഓടി മറിഞ്ഞു പോകാതെ അങ്ങയോട് ചേർന്ന് നിന്നുകൊണ്ട് വളരാനായിട്ട് ഞങ്ങളെ നീ സഹായിക്കണമേ. ഓൺലൈനിലൂടെ കേട്ട പ്രിയപ്പെട്ടവരെയും അങ്ങ് അതിനു വേണ്ടി ഒരുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടത് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ദിവസം ഇരിക്കാം. ദിസ് എ ടൈം ഫോർ കിഡ്സ് ടെസ്റ്റ് മണി. കുഞ്ഞുങ്ങളെ വേഗത്തിൽ കൊണ്ടുവരും.